നിൽക്കുന്നതാണ് ഭയങ്കരനായ ആട്. ദേ കണ്ടില്ലേ, അതിന്റെ രൂപം തന്നെ ഭയമുണർത്തുന്നു. കുമാര, ആടിനെ അത്ര നിസ്സാരനാക്കി കാണരുത്. ദേവന്മാരെയും മനുഷ്യരെയും കണ്ടാൽ ശൗര്യം കൊണ്ട് ആടങ്ങ് മല പോലെ കിളരും. കൊമ്പുകൾ കുന്തമന പോലെയാണ്. നമ്മുടെ ദേഹത്ത് തട്ടിയില്ല എന്നുള്ള അവസ്ഥയിൽ കൊമ്പുകൾ നീണ്ടു വന്നതാണ്. അഗ്നിദേവനായ നാം പ്രയോഗിച്ച ഉഷ്ണവർഷത്താൽ ആട് പിന്മാറിയതാണ്. ഭാഗ്യം കൊണ്ട് കുത്തേൽക്കാതെ രക്ഷപ്പെട്ടു. ദേഹത്ത് ജലം വർഷിച്ചാൽ ആടിന്റെ രോമം പതിഞ്ഞു താഴുമല്ലോ. നാം ശക്തിയായി ജലം വർഷിച്ചിട്ടും ആടിന്റെ രോമങ്ങൾ കൂടുതൽ കൂടുതൽ പൊന്തി വന്നതേയുള്ളൂ. നാം ശക്തിയായി വീശിവിട്ട വായു ആട്ടിൽ മന്ദമാരുതന്റെ ഫലമേ ഉണ്ടാക്കിയുള്ളൂ. അത് കൂടുതലും ഓടിച്ചത് നാരദരെയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം കേട്ടാലും. ആടിന്റെ ദേഹത്ത് നിന്ന് വമിച്ച സഹിക്കാനാവാത്ത ദുർഗന്ധം നമ്മെ വല്ലാതെ ശ്വാസം മുട്ടിച്ചു കളഞ്ഞു. ആട് മുരണ്ടപ്പോ നാരദ എന്ന് വിളിച്ചതുപോലെ നമുക്ക് തോന്നി. നാരദനെ പിന്നെ കണ്ടോളാമെന്ന് ആട് വിളിച്ചു പറഞ്ഞതായും തോന്നി. എങ്ങനെയെങ്കിലും ആടിനെ അമർച്ച ചെയ്ത് ഞങ്ങളെ രക്ഷിക്കണം കുമാര. നോക്കാം. മഹാതാപസന്മാരെന്നും ബലശാലികളെന്നും ഒക്കെ മേനി നടിക്കുന്നവർ കേവലം ഒരാടിന്റെ മുന്നിൽ ഒന്നുമല്ലെന്നും ബോധ്യായല്ലോ. ആ ആടിനെ എനിക്ക് വളരെ ഇഷ്ടായി. അതിനെ വളർത്തണം എനിക്ക്. വളർത്താനോ? ആ, ആടൊരു വളർത്തു മൃഗമല്ലേ. അതിനെ കൊല്ലുകയല്ല വേണ്ടത്, ആടിനെ വളർത്തുകയാ വേണ്ടത്. വരൂ. ആട് നിസ്സാരക്കാരനല്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ? വളരെ സൂക്ഷിക്കണം. സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് കുമാരനെ ഭയപ്പെടുത്താതെ ഊർജം കൊടുക്ക്. അങ്ങനെ പ്രഹരിക്കു കുമാര. ആ നാരായണ. എന്താ നിന്റെ പരാക്രമവും ശൗര്യവും ഒക്കെ അടങ്ങിയോ? ദേവന്മാരെ, ആട് കീഴടങ്ങി കഴിഞ്ഞു. ഭയമൊക്കെ മാറിയില്ലേ? ഇനി അടുത്ത് വരാം. വരൂ. ഭയം മാറിയിട്ടില്ല കുമാര. കുമാരന്റെ മുന്നിൽ ആട് കീഴടങ്ങിയെങ്കിലും കുമാരനങ്ങ് പോകുമ്പോ ആട് വീണ്ടും അക്രമാസക്തമാകും. ഇതിനെ കൊല്ലുക വേണ്ടത്. ആടിനെ കൊല്ലാനോ? ദേവന്മാർക്ക് ദേവത്വമില്ലെങ്കിലും അല്പം മനുഷ്യത്വമെങ്കിലും വേണ്ടേ? വെറുതെ അല്ല ഈ ഗതിയായി പോയത്. ബ്രഹ്മവിഷ്ണു ദേവശ്രേഷ്ഠന്മാർ തക്ക സമയത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ടല്ലോ. പ്രത്യക്ഷപ്പെടണമല്ലോ. നമ്മുടെയും ബ്രഹ്മദേവന്റെയും അനുഗ്രഹ ആശീസ്സുകളോടെയാണല്ലോ
നാരദരും ദേവന്മാരും യാഗം തുടങ്ങിയത്. നാരദർക്ക് നാവ് പിഴച്ച് യാഗം മുടങ്ങിയെങ്കിലും കുമാരനൊരു നേട്ടമുണ്ടായല്ലോ. ആട്ടെ, എവിടെ കുമാരൻ? ആ, ദാ വരുന്നുണ്ട്. കുമാരന് ഒരു വാഹനത്തെ കൂടി കിട്ടിയിരിക്കുന്നു. അതെ, മയിൽവാഹനനായ കുമാരൻ ഇനി അജവാഹനൻ എന്നും അറിയപ്പെടും. കുമാരന് അജവാഹനൻ എന്ന പേര് കൽപ്പിച്ചു നൽകാൻ തക്ക സമയത്ത് സൃഷ്ടിസ്ഥിതി കാരകന്മാരും വന്നു ചേർന്നുവല്ലോ. വളരെ ധന്യമായ മുഹൂർത്തം. എങ്കിൽ ഈ ധന്യ മുഹൂർത്തത്തിൽ നാം നമ്മുടെ പുത്രന് ഒരു ഉപദേശം നൽകിക്കോട്ടെ. ഉപദേശിച്ചാലും പിതൃദേവ. ഒരു യാഗത്തിന്റെ മുഖ്യ കാർമ്മിക സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് അതിൻ്റെതായ മുന്നൊരുക്കങ്ങളും ജാഗ്രതയും ഒക്കെ ഉണ്ടാകണം. പിതാവും നമ്മെ പരീക്ഷിക്കാനാണോ ഭാവം? യാഗം തുടങ്ങുന്നതിന് മുമ്പ് യാഗശാലയിൽ ഉരുവിടേണ്ട മന്ത്രങ്ങൾ ആവർത്തിച്ചുരുവിട്ട് ഹൃദ്യസ്ഥമാക്കാൻ നീ തയ്യാറായില്ല. അതുകൊണ്ടാണ് യാഗം ഒരു പരാജയമായത്. എവിടെയും എപ്പോഴും കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യം, ഏവരുടെയും ദേവർഷി എന്ന വിളിയും ബഹുമാനവും, അതിന്റെ ഒരു അഹന്ത നാരദർക്കുണ്ട്. നാരായണ നാരായണ. എല്ലാവരെയും പരിഹസിക്കുന്ന നാരദർക്ക് കുമാരൻ തിരിച്ച് പരിഹാസവും നൽകി. എന്തായാലും കുമാരന് സർവമംഗളങ്ങളും ഭവിക്കട്ടെ. നാരായണ നാരായണ നാരായണ. പ്രണാമം മഹാദേവ. പ്രണാമം ദേവി. പ്രണാമം നാരദരെ. എന്തൊക്കെയാണ് നാരദരെ ഭൂലോകത്തിൽ വിശേഷങ്ങൾ? ദേവന്റെ വിശേഷങ്ങളൊന്നും ഇപ്പോൾ പറയാനില്ല. ഭൂലോകത്ത് നടക്കുന്ന വിശേഷങ്ങളെല്ലാം ഇപ്പോൾ ദേവിയെ കേന്ദ്രീകരിച്ചല്ലേ? നമ്മെക്കുറിച്ചും എന്താ കേൾക്കട്ടെ. ഭക്തലക്ഷങ്ങൾ ചേർന്ന് കാഞ്ചിയിൽ അതിമഹത്തായ ഒരു ക്ഷേത്രം വിശ്വകർമാവിനെ കൊണ്ട് പണി കഴിപ്പിച്ചു കഴിഞ്ഞു. മീനാക്ഷി ദേവിയായി ശ്രീ പാർവതിക്ക് കുടികൊള്ളുവാൻ. ഭണ്ഡാസുരന്റെ മേൽ ദേവി നേടിയ സ്തുത്യർഹമായ വിജയത്തിന്റെ സ്മരണ എന്നെന്നും നിലനിർത്തുവാനാണ് അത്രയും ശ്രേഷ്ഠമായ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. സമ്മതിക്കുന്നു നാരദരെ. ഭണ്ഡാസുരന്റെ മേൽ ദേവിക്ക് വിജയം നേടാൻ സഹായകമായി ഭവിച്ചത് ആരാണെന്നറിയാമോ? ദേവിക്ക് സഹായമോ? സർവശക്തികളുടെയും മൂർത്തീഭാവമായ ആദിപരാശക്തിക്ക് ഭണ്ഡാസുരനെ നിഗ്രഹിക്കാൻ പരസഹായമോ? നാരായണ നാരായണ. പരസഹായത്തിന്റെ ആവശ്യമില്ലല്ലോ ദേവ. പരാശക്തി ശക്തി മാത്രമാണ് നാരദരെ. ആ ശക്തി പ്രായോഗികമാക്കാൻ ആയുധങ്ങൾ വേണ്ടേ? അതിനാണ് സഹായികൾ വേണ്ടത്. നാരദരെ, ദേവി ഭണ്ഡാസുരനെ വധിച്ച ശേഷം അവന്റെ സഹോദരന്മാരായ വിശങ്കന്റെയും വിശുക്രന്റെയും കഥ കഴിച്ചത് നമ്മുടെ മകനായ ഗണേശനാണെന്നറിയുക. എന്ത് എന്ത്? ഈ ബാലകനോ? രാക്ഷസന്മാരുടെ അട്ടഹാസം കേട്ടാൽ ഞെട്ടിവിറച്ച് തെറിച്ചു വീഴുന്ന പ്രായം മാത്രമുള്ള ഈ ബാലകനോ? നാരായണ നാരായണ. പ്രായമല്ല നാരദരെ, പ്രതിഭയുടെയും കഴിവിന്റെയും മാനദണ്ഡം. ഉവ്വോ. അല്ലെങ്കിലും മാതാപിതാക്കൾ സ്വന്തം മക്കളുടെ കഴിവുകളെ വാനോളം പുകഴ്ത്തുകയല്ലേ ഉള്ളൂ. ശിവകുടുംബവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. നാരായണ നാരായണ. ആ ധാരണ നമ്മുടെ മകൻ ഗണേശന്റെ കാര്യത്തിൽ ശരിയല്ല നാരദരെ. വിഘ്നേശ്വരൻ കനിഞ്ഞാലേ എന്ത് കാര്യവും വിഘ്നം കൂടാതെ മുന്നോട്ട് പോകൂ എന്ന് ധരിച്ചാലും. ആയിക്കൊള്ളട്ടെ. അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള കുടുംബസ്നേഹത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന വിശ്വാസങ്ങൾ.
ഇതുവരെ വിഘ്നേശ്വര സഹായമില്ലാതെ എല്ലാം മുന്നോട്ട് പോയില്ലേ? ഇനിയും മുന്നോട്ട് പോകും. അപ്പോ നാരദർ ഞങ്ങളുടെ പുത്രൻ ഗണേശനെ അംഗീകരിക്കില്ലെന്നാണോ? അയ്യോ, മഹാദേവിയുടെയും മഹാദേവന്റെയും പുത്രനെ നാം അംഗീകരിക്കാതിരിക്കുകയോ? അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ കൂടുതൽ അംഗീകരിക്കും. ഓഹോ, അങ്ങനെയാണോ? അപ്പോ തക്കതായ അനുഭവം ഉണ്ടായെങ്കിലേ നാരദർ എന്നെ അംഗീകരിക്കുള്ളൂ എന്നാണോ? അനുഭവം ഗുരു എന്നല്ലേ കുമാര? നാരായണ നാരായണ. ഞാൻ ഇപ്പൊ വരാം മാതേ. നാരായണ 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 നാരായണ. എന്ത്? കൈലാസത്തിൽ നമുക്കും മാർഗതടസ്സമോ? ശക്തമായ മഞ്ഞിന്മലയാണല്ലോ, ഒന്നും കാണാനും കഴിയുന്നില്ല. മറ്റൊരു വഴിക്ക് പോവുക തന്നെ. നാരായണ നാരായണ. എന്ത്? എങ്ങും മഞ്ഞുമലയാണല്ലോ. ഇത് നമ്മെ തന്നെ മൂടിക്കളയുമോ? അന്ധകാരമെല്ലാം മറയ്ക്കുന്നല്ലോ മഹാദേവ. രക്ഷിക്കണേ മഹാദേവ, രക്ഷിക്കണേ. ആരാണവിടെ? നാമാണ് നാരദൻ, ബ്രഹ്മപുത്രനായ നാരദൻ. എന്താണ് അവിടെ സംഭവിച്ചത്? മാർഗതടസ്സം. ചുറ്റിലും മഞ്ഞുമല മാർഗതടസ്സം സൃഷ്ടിച്ചിരിക്കുന്നു. ശ്വാസം കഴിക്കാൻ പോലും കഴിയുന്നില്ല. കൈലാസത്തിൽ നമുക്ക് പതിവില്ലാത്ത അനുഭവമാണിത്. ഉവ്വോ, അപ്പോൾ പതിവില്ലാത്തതും സംഭവിക്കുമോ? നാരദൻ മഹാതാപസനാണല്ലോ. എന്താ തപശക്തി കൊണ്ട് മഞ്ഞുരുക്കി മാർഗതടസ്സം മാറ്റിക്കൂടെ? കഴിയുന്നില്ല. ആരാണത്? ആരായാലും നമ്മെ രക്ഷിക്കൂ. രക്ഷിക്കണോ? അനുഭവം കൊണ്ടേ അങ്ങ് ആരെയും അംഗീകരിക്കൂ എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ, പറഞ്ഞിട്ടുണ്ടാകും. അറിവില്ലായ്മ കൊണ്ട് നാം അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകും. എന്തും വിളിച്ചു പറയാനുള്ള അവകാശമാണോ അറിവില്ലായ്മ? ഏയ്, അല്ലേ അല്ല. നാം വലിയ പ്രതിസന്ധിയിലാണ്. ഒന്ന് രക്ഷിക്കൂ. രക്ഷിച്ചാൽ എന്നെ അംഗീകരിക്കുമോ? ആ, അംഗീകരിക്കാം അംഗീകരിക്കാം. രക്ഷിക്കൂ, ദയവായി നമ്മെ രക്ഷിക്കൂ. നാരായണ. കുമാര, വിഘ്നേശ്വര, അവിടുന്നാണോ നമ്മുടെ വിഘ്നം ഒഴിച്ചത്? അതെ, അനുഭവം കൊണ്ടല്ലേ അങ്ങ് ആരെയും അംഗീകരിക്കുകയുള്ളൂ. എന്താ ഇപ്പൊ നമ്മെ അംഗീകരിക്കുന്നോ? അംഗീകരിക്കുന്നു കുമാര. കൈലാസം വിട്ടിറങ്ങിയപ്പോൾ ദേവനെയും ദേവിയെയും നാം വണങ്ങി. വിഘ്നേശ്വരനെ മാത്രം നാം വണങ്ങിയില്ല. അതിന്റെ അനുഭവം നമുക്ക് ശരിക്കും കിട്ടി. മാപ്പ് നൽകണം കുമാര. അങ്ങനെയാവട്ടെ, മാപ്പ് തന്നിരിക്കുന്നു. ഗണപതിയെ വന്ദിക്കാതെ തുടങ്ങുന്ന ഏത് സംരംഭത്തിനും വിഘ്നം ഉറപ്പാണ്. ഈ സത്യം ലോകസഞ്ചാരിയായ നാം എവിടെയും വിളിച്ചു പറഞ്ഞിരിക്കും. അനുഗ്രഹമുണ്ടാകണം വിഘ്നേശ്വര. മംഗളം ഭാവിക്കട്ടെ.
നാരായണ നാരായണ